ഓം ശാന്തി. പൊസസീവ്നെസ് അഥവാ മറ്റൊരാളുടെ മേലെ നമ്മൾ നമ്മുടെ ആധിപത്യം ഉറപ്പിക്കുക, ഇതിനെങ്ങനെയാണ് ഇല്ലാതാക്കാൻ സാധിക്കുക? പൊസസീവ്നെസ് എന്ന് പറയുമ്പോൾ ഉടമസ്ഥത എന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുമെങ്കിലും അങ്ങനെ അങ്ങ് പറയുമ്പോൾ അത് ശരിയാവുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പരിധി വരെ അതൊക്കെ തന്നെ. എങ്ങനെ ഇല്ലാതാക്കാം എന്ന് എൻ്റെ അടുത്തൊരു സഹോദരൻ ചോദിച്ചിരുന്നു. ഇത് ലോകത്തുനിന്ന് ബന്ധങ്ങളെ സുഖം കുറയ്ക്കുന്ന ഒരു വലിയ ഘർഷണം ഉണ്ടാക്കുന്നൊരു സാധനമാണ് ഈ പൊസസീവ്നെസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരണമെന്ന് വിചാരിക്കുകയാണ്. വാസ്തവത്തിൽ സ്നേഹം അതിൻ്റെ കറപ്റ്റഡ് ഫോമിലാവുമ്പോൾ, അതിനെയാണ് വികൃതമാക്കപ്പെട്ട രൂപത്തിലാവുമ്പോൾ, അതിനെയാണ് നമ്മൾ പൊസസീവ്നെസ് എന്ന് പറയുക. ഉദാഹരണം പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയും മക്കളും ആയിക്കോട്ടെ, ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ, സ്നേഹത്തിൻ്റെ ഒറിജിനലായിരിക്കുന്ന ഫോം എന്ന് പറയുന്നത് കെയറിങ്, ഷെയറിങ്, ഇൻസ്പയറിങ് ആൻഡ് റെസ്പെക്റ്റ് എന്നതാണ്. മറ്റൊരാളുടെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ തോന്നും. എനിക്ക് സ്നേഹമുള്ള ആൾക്ക് വേണ്ട കാര്യം ചെയ്ത് കൊടുക്കാരും പറയണ്ട, സമയമാകുമ്പോൾ നമ്മുടെ മനസ്സ് പറയും അത് ചെയ്യേ എന്ന് തന്നെത്താൻ പറയും. അവർക്കത് കിട്ടിയാവോ എന്ന് നമ്മൾ ചിന്തിക്കും. വേണ്ട കാര്യം ചെയ്തു കൊടുക്കാനുള്ളതായിട്ടൊരു ഉത്സുകത മനസ്സിനുള്ളിൽ വരും. ഒന്നാമത്തെ കെയറിങ്. മറ്റൊന്ന് ഷെയറിങ്. നമ്മളൊരു കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാരോ മാതാപിതാക്കളും മക്കളോ ആരാണെങ്കിലും, നിങ്ങൾക്ക് ഒരു ഓർഗനൈസേഷനുള്ളിലാണെങ്കിലും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അർത്ഥം അവരുമായിട്ട് നിങ്ങൾക്ക് എത്ര ലെവൽ വരെ കാര്യങ്ങൾ ഷെയർ ചെയ്യാമോ ആ കാര്യങ്ങൾ നിങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. അത് കാര്യങ്ങളുടെ അറിയിച്ചുകൊണ്ടാണെങ്കിലും സാധനങ്ങളുടെ ഉപയോഗത്തിലാണെങ്കിലും എന്തും ഷെയർ ചെയ്യാനായിട്ടുള്ളതായിട്ടുള്ളൊരു മനോഭാവമാണ് ഒരു സംബന്ധത്തിൻ്റെ ഏറ്റവും കൂടുതൽ സുഖം കൂട്ടുന്ന കാര്യം. എനിക്ക് എന്ത് കാര്യം തരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു കാര്യം ഇല്ലാണ്ട് വരും, എൻ്റെ കയ്യിലൊരു കാര്യം ഉണ്ടാവും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഉപയോഗിച്ച ആളുടെ മനസ്സ് പറയും അശ്യോ അവർക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞു പോകും. അതുകൊണ്ട് ഒരു ഷെയറിങ് അതും അത്യാവശ്യമാണ്. പിന്നെ ഒന്ന് ഇൻസ്പയറിങ് എന്നുവെച്ചാൽ അർത്ഥം നമ്മൾ മറ്റൊരാളെ അവരുടെ അവരുടെ ഗുണങ്ങളെ കണ്ടെത്തി അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബന്ധങ്ങൾ പരസ്പരം എടുക്കുന്നത്, അല്ലാതെ അവരുടെ അവഗുണങ്ങളെ കാണാൻ വേണ്ടിയിട്ടല്ല. പലപ്പോഴും വളരെ അടുത്ത് കഴിയുമ്പോൾ ഒരു ദൂരെ നിൽക്കുന്നതായിരിക്കുന്ന ഫ്രണ്ട്സ് ആവട്ടെ, അല്ലെങ്കിൽ ലവേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ കപ്പിൾസ് ആവട്ടെ, പതി പത്നിമാരാവട്ടെ, അകന്ന് നിൽക്കുമ്പോൾ അവരുടെ ഗുണം മാത്രം ഓർക്കുമെങ്കിൽ അടുക്കുമ്പോൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പരസ്പരം അവഗുണം കാണാൻ തുടങ്ങും. അതോടെയാണ് ബന്ധങ്ങളിലെ സുഖം നമുക്ക് കുറയുന്നത്. അതുകൊണ്ട് എത്ര തന്നെ അടുക്കുമ്പോഴും എത്ര തന്നെ അവരുടെ കുറവുകളെ നമ്മൾ കാണുന്ന അവസ്ഥ വരുമ്പോഴും അപ്പോഴൊക്കെ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കണം. എത്ര തന്നെ പറഞ്ഞാലും ലോകത്തെ എല്ലാ മനുഷ്യന്മാരും അവഗുണമുള്ളവരാണ്. നമ്മൾ അടുത്ത് നിൽക്കുന്നവരുടെ അവഗുണം കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ അകൽച്ച ബന്ധങ്ങളിലെ സുഖം ഇല്ലാണ്ടാക്കും. അന്നൊക്കെ നമ്മൾ അടുക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു, ഇന്നിപ്പോൾ എന്താ പറ്റിയേ എന്ന് ചോദിക്കുന്നൊരവസ്ഥ വരുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ കുറവുകളെ കാണുമ്പോഴാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റുള്ളവരുടെ ഗുണങ്ങളെ കാണാൻ വേണ്ടി. കഴിയുമെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ കഴിഞ്ഞ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഘർഷണം ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അഥവാ നമ്മുടെ ഓർഗനൈസേഷനിലാണെങ്കിൽ ആ ഓർഗനൈസേഷന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്ത് തന്നിട്ടുണ്ട്, എന്തൊക്കെ ത്യാഗം ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിലാണെങ്കിൽ ഒരു ബന്ധത്തിലുള്ളവർ മറ്റുള്ള ബന്ധത്തിലുള്ളവർക്ക്, അതായത് ഹസ്ബൻഡ് വൈഫിനാണെങ്കിലും അച്ഛനമ്മ കുട്ടിക്കാണെങ്കിലും കുട്ടികൾ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ത്യാഗമില്ലാതെ ബന്ധത്തിൻ്റെ ഒരു സുഖം അവിടെ ഇല്ലല്ലോ. അവരിൽ നിന്ന് അനുഭവിച്ച നല്ല സ്മൃതികളെല്ലാം കൊണ്ടുവന്ന് നോക്കിയേ വളരെ വേഗം നമുക്ക് അവരോടതായിട്ടുള്ള ദേഷ്യം മനസ്സിന്ന് കുറയും. അങ്ങനെ ഗുണം കാണാൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് അവിടെ ഉള്ളിൽ ജനിച്ചു വരുന്ന ഭാവമാണ് റെസ്പെക്റ്റ്. ഈ 4 കാര്യങ്ങളും നിങ്ങളുടെ ബന്ധത്തിനുള്ളിലുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അവരെ അടിച്ചമർത്താൻ തോന്നില്ല. എൻ്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ഇഷ്ടം ഞാൻ ചെയ്തോളണം എന്നൊരു ബോണ്ടേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പേരാണ് പൊസസീവ്നെസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും അതല്ല സുഹൃത്തുക്കളാണെങ്കിലും അച്ഛനും അമ്മയും മക്കളും ആണെങ്കിലും സഹോദരന്മാരാണെങ്കിലും ഏത് ബന്ധത്തിൻ്റെ ഉള്ളിലും കണ്ടീഷൻ എവിടെ അപ്ലൈഡ് ആണോ അവിടെ ഒരിക്കലും നിങ്ങൾക്ക് സുഖം അനുഭവിക്കാൻ പറ്റില്ല, അവിടെ ബിസിനസ്സേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സ്നേഹിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എനിക്ക് എന്നോട് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് ചെയ്യുന്നതല്ല. സ്നേഹം എന്നുള്ള വാക്കിനർത്ഥം നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ളതായിരിക്കുന്ന ആ സുഖത്തിൻ്റെ വൈബ്രേഷൻ അവരിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അത് ബൈ വേർഡ്സ് ആവാം, ബൈ ആക്ഷൻ ആവാം,
ബൈ തോട്ട്സ് ആവാം, ഏത് വിധേനയാണെങ്കിലും സുഖത്തിൻ്റെ വൈബ്രേഷൻ ലെവലിലേക്ക് എത്തിക്കുമ്പോഴാണ് ആവുന്നത്. അതെപ്പോഴാണ് സാധിക്കുക? നമ്മുടെ എനർജി ലെവൽ വളരെ താഴെയാണെങ്കിൽ ഒരിക്കലും നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധ്യമല്ല. എൻ്റെ ഉള്ളിൽ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സ്നേഹം കൊടുക്കാൻ സാധിക്കില്ല. കൊടുക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ ഞാൻ പിടിച്ചെടുക്കാൻ ശ്രമിക്കും. പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിങ്ങളുടെ മേലുള്ള ആധിപത്യം സ്ഥാപിക്കലായിട്ട് തോന്നും. അവിടെ നമ്മൾ പറയും ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് പറയാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കലാണ് മറ്റുള്ളവരുടെ മേലെ നമുക്ക് ആധിപത്യം സ്ഥാപിക്കാതിരിക്കാൻ, അഥവാ പൊസഷൻ എന്ന ഒരു മെൻറ്റാലിറ്റിയിൽ നിന്ന് ഉടമസ്ഥത സ്ഥാപിക്കുക എന്നുള്ള മാനസികാവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ വേണ്ടത് നമ്മുടെ എനർജി ലെവലിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് എനർജി ലെവൽ വർദ്ധിപ്പിക്കേണ്ടത്? എവിടെയാണ് നമുക്കതിനുള്ള റിസോഴ്സ്? ഓൺലി വൺ റിസോഴ്സ്, ഈശ്വരൻ. സ്നേഹത്തിൻ്റെ കടലാണ് ഭഗവാൻ. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ആ സ്നേഹസാഗരൻ്റെ സ്നേഹത്തിൽ അലിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിൻ്റെ സുഖം ഒരു മിനിറ്റ് സമയം ആ ഒരു തുള്ളി നിങ്ങൾ ശരിക്കും മധുരിച്ച് കഴിച്ചാലുണ്ടല്ലോ, ഈ സൃഷ്ടിയിലെ സകല ജീവജാലങ്ങളെയും നമുക്ക് സ്നേഹിക്കാൻ തോന്നിപ്പോവും. ഈ ലോകത്തെല്ലാവരും നമ്മുടെ സ്വന്തം തോന്നിപ്പോവും. എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കണം എന്നൊരു ഫീൽ ഉള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെല്ലാം മറ്റുള്ളവരുടെ മേലെ അഥവാ എനിക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് കുറഞ്ഞിരിക്കുന്നു, എന്നെ ശരിക്കും നോക്കണില്ല, എന്നെ ശരിക്കും കെയർ ചെയ്യുന്നില്ല, പണ്ടത്തെ പോലെയൊന്നുമല്ല ഇപ്പം എന്നോടൊന്നും ഷെയർ ചെയ്യാറില്ല, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു നെഗ്ലക്ഷൻ എവിടെയെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് അവരോട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയാൽ അവരും അത് അംഗീകരിക്കാൻ തയ്യാറാവില്ല. അങ്ങനെ ഒന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെയും എനർജി ലെവൽ കുറഞ്ഞിരിക്കുന്നു, ഇവിടെയും എനർജി ലെവൽ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കൂട്ടിമുട്ടുമ്പോൾ അവിടെ കാലിപ്പാത്രങ്ങൾ കൂട്ടിമുട്ടിയ ശബ്ദം ഉണ്ടാവുക, അതുപോലെ കൈകൾ കൂട്ടിമുട്ടി വലിയ ഉരസലുകളാവും. ഒരു പ്രാവശ്യം ഒരു സംഘർഷം ഉണ്ടാവുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ജസ്റ്റേഴ്സ്, എനർജി, ഇതൊക്കെ കുറച്ച് കൂടുതൽ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യും. എവിടേക്കൊക്കെയോ അകന്നു പോകുന്ന ബന്ധങ്ങളായിട്ട് തകർന്നു പോകുന്ന എത്രയോ കുടുംബങ്ങളെ നമുക്ക് ഈ ലോകത്ത് കാണാം. അതുകൊണ്ട് ഒരു കുടുംബവും തകരാതിരിക്കാൻ വേണ്ടി, എല്ലാ കുടുംബ ഭദ്രങ്ങളും സുഭദ്രമാവാൻ വേണ്ടി ഏറ്റവും നല്ല വഴിയാണ് എല്ലാവർക്കും ആ ഒരു സോഴ്സിൽ നിന്ന് എനർജിയെ സ്വീകരിക്കാം. ആ പരമാത്മാവുമായിട്ടുള്ള ബന്ധം കഴിയുമെങ്കിൽ ഒരു കുടുംബത്തിലെ ആളുകളെല്ലാവരും ഒന്നിച്ചിരുന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യൂ. ഒരു 10-15 മിനിറ്റ് സമയം ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒന്ന് ചേർന്നിരുന്ന് ആ സ്നേഹസാഗരത്തിൻ്റെ സ്നേഹത്തിൽ അലിഞ്ഞ് ആ സ്നേഹത്തിൻ്റെ ആനന്ദത്തിൽ നമ്മൾ മതിമറന്നാൽ നിങ്ങൾക്കെല്ലാവരും സ്നേഹിക്കാൻ പറ്റും. എന്നെ സ്നേഹിക്കണം എന്നൊരു വിചാരം അവിടെ നിന്ന് പോകും. എന്നെ സ്നേഹിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാൻ പോകുന്നത്. ആ ഒരു ആധിപത്യം സ്ഥാപിക്കലാണ് അവർക്ക് സഹിക്കാൻ പറ്റാതാവുന്നത്. അവിടെയാണ് രണ്ടും രണ്ടായി തീരുന്നത്. അതുകൊണ്ട് രണ്ടും ഒന്നായി പോവാൻ, അന്യോന്യം ആദരവോടെ പെരുമാറാൻ, ആ സ്നേഹസാഗരനുമായിട്ടുള്ള ബന്ധം നിലനിർത്തൂ. നമ്മുടെ എനർജി ലെവലിനെ ഉയർത്തി കൊണ്ടുവന്നുകൊണ്ടിരിക്കൂ. ഒരു ഉയർന്ന പൊസിഷനിൽ നിറഞ്ഞതായിട്ടുള്ളൊരു സോഴ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് പ്രവഹിച്ചു കൊണ്ടേയിരിക്കും. അതിന് താഴെ വരുന്ന എല്ലാവരും അത് അനുഭവിക്കും. ആ അനുഭവിക്കുന്നവരൊക്കെ ആ സുഖം നിങ്ങൾക്ക് തരുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്ന റിസോഴ്സായി മാറാൻ ആ സാഗരവുമായുള്ള ബന്ധത്തിൽ വരൂ. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും, നിങ്ങൾ താമസിക്കുന്ന നാട്ടിലെ എല്ലാവർക്കും, ഈ ലോകത്തിലെ എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്ന മാസ്റ്റർ സാഗരങ്ങളായിട്ട് നിങ്ങൾ മാറട്ടെ. എങ്കിൽ തീർച്ചയായും സ്നേഹത്തിൻ്റെ കടലിൽ നനയ്ക്കുന്ന, സ്നേഹത്തിൻ്റെ ആ ഒരു ഊഷ്മളമായിട്ടുള്ള ബന്ധത്തിൻ്റെ സുഖം അനുഭവിപ്പിക്കാൻ കഴിയുന്ന, ഉടമസ്ഥത, ആധിപത്യം ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആ ഒരു കറുത്ത അധ്യായങ്ങളെ നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ എന്നും ആ സ്നേഹസാഗരനായ ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.